ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും ഈ ഒരു മണ്ടത്തരം ചെയ്യാതിരിക്കുക. എന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു ക്ലയൻറ്റ് ഒരു മാസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു നാട്ടിൽ പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ട്, കുറച്ച് പൈസ കയ്യിൽ വന്നിട്ടുണ്ടെന്ന്. പുള്ളിക്കാരൻ അതിനോടൊപ്പം ഒരു മണ്ടത്തരം കൂടെ ചെയ്തു. അത് ആർക്കും നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പൈസയ്ക്ക് പുള്ളിക്കാരൻ കൊച്ചി എടപ്പള്ളിയിൽ 750 സ്ക്വയർ ഫീറ്റുള്ള ഒരു അപ്പാർട്ട്മെന്റ് 7 ലക്ഷം പ്രോപ്പർട്ടി വാല്യൂം, പിന്നെ രജിസ്ട്രേഷൻ ഫീ, GST, പാർക്കിംഗ് എല്ലാം കൂടെ ചേർത്ത് 78 ലക്ഷം രൂപയ്ക്കാണ് അപ്പാർട്ട്മെന്റ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഈ അപ്പാർട്ട്മെന്റ് റെന്റൽ കൊടുത്തു. മാസം 18,000 രൂപയും ഇയർലി നോക്കുമ്പോഴത്തേക്ക് 2,16,000. പിന്നെ അതിൽ നമുക്ക് മെയിൻ്റനൻസ് ഫീയും സർവീസ് ചാർജ് ഒക്കെ വരുമ്പോഴത്തേക്ക് 18,000 പോയി. പ്രോപ്പർട്ടിക്ക് വരെ ടാക്സ് ഇതിൽ 5,000 രൂപ അങ്ങനെയും പോയി. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു വർഷം കിട്ടുന്നത് 1,93,000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മുടക്കിയ ഈ പ്രോപ്പർട്ടി വാല്യൂന്ന് നിങ്ങളെ ഇയർലി റിട്ടേൺസ് നോക്കുമ്പോഴത്തേക്ക് ആകെ 2.5% നിങ്ങൾക്ക് വർഷം കിട്ടുന്ന റിട്ടേൺസ്. അതേ സമയത്ത് നിങ്ങൾക്ക് ദുബൈയിൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ദുബൈയിൽ ഭയങ്കര പ്രൈസ് അല്ലേ. ഓഫ് കോഴ്സ് പ്രൈസ് കൂടുതലാണ്. നമുക്ക് ഇതുപോലെ ഇൻഫ്രാസ്ട്രക്ചറും ഇത്രയും ലൈഫ് സ്റ്റൈലും ഇത്രയും സേഫ്റ്റി കിട്ടുന്ന ഒരു രാജ്യത്ത് മിനിമം സ്റ്റാൻഡേർഡിൽ നമ്മളൊരു അപ്പാർട്ട്മെന്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ 1.5 CR കൊടുക്കണം. 450 സ്ക്വയർ ഫീറ്റുള്ള ഒരു അപ്പാർട്ട്മെന്റ് ജബലലി പോലുള്ള ഒരു ഡൗൺ ടൗൺ ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കാം. ടോട്ടൽ ഇവിടെ GST കാര്യങ്ങളൊന്നുമില്ല, പാർക്കിംഗ് സ്ലോട്ട് ഫ്രീ. ടോട്ടൽ പ്രോപ്പർട്ടി വാല്യൂ വരുന്നത് 1.5 CR നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് കിട്ടും. നിങ്ങൾ മാസം റെന്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് റെന്റൽ എടുക്കാം. അത് നിങ്ങൾ ഇയർലി കൺവേർട്ട് ചെയ്യുമ്പോൾ 18 ലക്ഷം രൂപയും. പിന്നെ ഇയർലി മെയിൻ്റനൻസ് ചാർജ് വരും. അതായത് നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 1.5 ലക്ഷം രൂപ വർഷത്തിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. പ്രോപ്പർട്ടി ടാക്സ് ഇല്ല, വേറെ GST നിങ്ങൾ അതിൻ്റേതായിട്ട് കൊടുക്കുന്നില്ല. ഈ കിട്ടുന്ന എന്താണോ അത് നിങ്ങളുടെ പോക്കറ്റിലാണ് വീഴുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 16,50,000 രൂപ, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള 1.5 കോടിക്ക് നിങ്ങൾക്ക് ഇവിടെ 11% നിങ്ങൾക്ക് ഇയർലി കിട്ടുന്ന റിട്ടേൺസ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ നോക്കുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. 193 രാജ്യക്കാരാണ് ഈ ഒരു രാജ്യത്ത് വന്നിട്ട് താമസിക്കുന്നതും അതേപോലെ ജോലി ചെയ്യുന്നതും പല ബിസിനസ്സും ചെയ്യുന്നതും. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ ലൊക്കേഷനിൽ ഈ ഒരു പ്രോപ്പർട്ടി വാല്യൂന് മേടിച്ചാൽ ആഫ്റ്റർ 2 ഇയർ അല്ലെങ്കിൽ ഒരു 3 ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ടും വിറ്റുവാനായിട്ട് സുഖമായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മണ്ടത്തരമൊന്നും ചെയ്യാണ്ട് സ്മാർട്ടായിട്ട് പഠിച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. നിങ്ങൾക്കും ദുബൈയിൽ ഇതേപോലെ അഫോർഡബിൾ പ്രൈസിൽ വിത്തൗട്ട് ഇൻട്രസ്റ്റിൽ നല്ല പേയ്മെന്റ് പ്ലാൻ ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതുപോലെ വർഷം നല്ല റെന്റൽ റിട്ടേൺസും അതുപോലെ നല്ല ലൊക്കേഷൻസിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും നല്ല അപ്രിസിയേഷൻ എടുത്തു തരാൻ പറ്റുമോ എന്നുള്ളതെല്ലാം A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പം എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ.